അപ്പം SMT ഡൈവർജൻസിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് PSP. PSP എന്ന് പറഞ്ഞാൽ PSP പ്രിസിഷൻ സ്വിംഗ് പോയിന്റ്, അതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇത് SMT ഡൈവർജൻസ് പോലെ തന്നെ കോറിലേറ്റഡ് അസൻസിലെ ഡൈവർജൻസസ്. ഓക്കെ, മറ്റേത് സ്ട്രക്ചറൽ ഡൈവർജൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ ഇത് കാൻഡിൽ ഡൈവർജൻസ് ആണ് നമ്മളെ കാണിച്ചു തരുന്നത്. അതായത് ഇപ്പോൾ ഒരു കീ ലെവലിൽ ഇപ്പോൾ ഇത് ഞാൻ നാസിന്നും US 500 എന്നും കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നൊരു സാധനമാണ്. ഇത് NAS 100 ആണ്, ഇതൊരു US 500. ഓക്കെ, അപ്പോൾ ഇതൊരു കീ ഏരിയയിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക, ഒരു റിവേഴ്സലിൻ്റെ കീ ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് NAS എന്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ ഒരു സ്വിങ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അതായത് ഈ രണ്ട് ലോയിൽക്ക് മുകളിലൊരു ലോ ഉണ്ടായപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയും? ഷോർട്ട് ടൈം ലോ എന്ന് പറയും. അതായത് ഇതൊരു സ്വിങ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്വിങ് പോയിന്റ് ആണ്. അപ്പോൾ ഇതൊരു കീ ഏരിയയിലാണ് ഇങ്ങനെ വന്ന് അടിച്ചിങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, ഒരു ഫെറോലിക് അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഈ സ്വിങ് പോയിന്റിന്റെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലല്ലേ. ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. എന്നാൽ US 500 എന്താണ് സെയിം സ്ട്രക്ചർ, സെയിം ഇത്, ഇവിടെ ഒരു സ്വിങ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ലോ ഉണ്ടായിരിക്കുന്നത് ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഡൈവർജൻസിനെയാണ് നമ്മൾ PSP എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മറ്റേത് സ്ട്രക്ചറൽ ഡൈവർജൻസ് ആണെങ്കിൽ ഇതൊരു ക്യാൻഡിൽ ഡൈവർജൻസ് ആണ്. അപ്പോൾ ഇത് നമ്മളൊരു ട്രേഡ് പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ SMT പ്ലസ് PSP കിട്ടിക്കഴിഞ്ഞാൽ എന്താവും? നമുക്ക് ഒരു ഡബിൾ പമ്പിങ്, ഒരു ഡബിൾ കൺഫർമേഷൻ ആണ്. അപ്പോൾ നമ്മൾ ട്രേഡ്സ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ PSPയും നമ്മളുടെ മീഡിയം ടൈം ഫ്രെയിമിലോ ഹൈ ടൈം ഫ്രെയിമിലോ ഈവൻ ലോവർ ടൈം ഫ്രെയിമിൽ പോലും നമ്മൾക്ക് PSP ചെക്ക് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ സെയിം സാധനം എന്താണ് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇത് NAS 100 6-ാം തീയതി ഒരു ന്യൂയോർക്ക് PM സെഷനിലുണ്ടായൊരു ഒരു പ്രിസിഷൻ ആണ്. ഇവിടെ നമുക്ക് എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഇവിടെ നമുക്ക് ഒരു ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ആയി. അത് നമുക്ക് US 500 എന്താണ് സംഭവിച്ചത് നോക്കാം. ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നമുക്കുണ്ടായിരിക്കുന്നത്. എന്താണ്? ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇതെന്താണ്? ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അതേപോലെ തന്നെ NAS 100 നമുക്ക് എന്താ ഉണ്ടായിരിക്കുന്നത്? ഇതൊരു ബെയറിഷ് ക്യാൻഡിലാണ്. അപ്പോൾ ഇതാണ് PSP. ഒന്നുമില്ല, സിമ്പിൾ. നമ്മൾ ഒരു റിവേഴ്സൽ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്വിംഗ് പോയിന്റ്, ഓക്കെ, ടൈമോ പ്രൈസ് റേഞ്ചോ ഒന്നും ഇതിന് മാറ്റർ അല്ല. ഇതിന് ആ ഒരു ടൈമിലുണ്ടാകുന്ന സ്വിങ്ങുകൾ, അതായത് ഇത് ഒരേ രീതിയിലായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുക. ചിലപ്പോൾ ഡിഫറൻസുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നാച്ചുറലും എല്ലാത്തിലും ഇതിൽ ഡിഫറൻസ് ഉണ്ട്. എന്നാലും ആ ഒരു ടൈമിൽ ആ ഒരു റേഞ്ചിലുണ്ടാകുന്ന രണ്ട് സ്വിങ്ങുകളെ തമ്മിൽ കമ്പയർ ചെയ്യുക. ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിലും ഒരു ബെയറിഷ് ക്യാൻഡിലും ആണ് ഒരു സ്വിങ് പോയിന്റ് എങ്കിൽ അതിനെ നമ്മൾ പ്രിസിഷൻ സ്വിങ് പോയിന്റ് എന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റിവേഴ്സൽ കൺഫർമേഷൻ ആണ്. ഓക്കെ, അത് വിത്ത് SMT we can trade, we will take that a additional confirmation. Okay, ഇത്രയേ ഉള്ളൂ പ്രിസിഷൻ സ്വിങ് പോയിന്റ്.